ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് തിരിച്ചു പോവാണ്. ലാസ്റ്റ് ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. യെസ്. അപ്പം എന്താ പറയുക, ഇന്ന് അപ്പോൾ നമുക്ക് ഈ എന്താ പറയുക, നമ്മളിപ്പോൾ നോൺ യൂറോപ്യൻ യൂറോപ്യൻ കൺട്രീസിൽ തന്നെ ഷെങ്കൻ കൺട്രീസിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാറ്റ് റീഫണ്ടിന് അപ്ലൈ ചെയ്യാം ഈ എയർപോർട്ടിൽ. അപ്പം നമ്മൾ ഇന്ന് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. എനിക്കും അറിയില്ല, ഞാൻ ഫസ്റ്റായിട്ടാണ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ നമുക്ക് പേപ്പറൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ നോക്കി കിട്ടിയിട്ട് ബാക്കി അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് 7:20 ഫ്ലൈറ്റ്. അപ്പം അതിന് മുന്നേ നമ്മളിപ്പം 4 മണി എന്തോ ആയിട്ടുള്ളൂ. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പം എന്തായാലും കുറച്ച് നേരത്തെ ഇറങ്ങാന്ന് കരുതിയിട്ടാണ് പോകുന്നത് ഈ പരിപാടിയൊക്കെ ഉണ്ടായിക്കൊണ്ട്. അതെ. അപ്പോൾ എവിടെയാണ് ഇത് കൊടുക്കേണ്ടത്, എവിടെയാണ് കസ്റ്റംസ് ഉണ്ടാവുക, അപ്പോൾ അവരുടെ സീല് വേണം, എന്നാലേ നമുക്ക് റീഫണ്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ വരാൻ വെച്ചിരുന്ന ട്രെയിൻ നമ്മുടെ ഭയം കൊണ്ട് ക്യാൻസലായി. അതെ, അത് നമ്മുടെ ബാൻ ഓഫ് എന്ന് പറഞ്ഞ ആപ്പ്, DB എന്ന് പറഞ്ഞ ആപ്പിൽ കാണിച്ചുകൊണ്ട് നമ്മൾ അപ്പോൾ തന്നെ ബസ് ഇറങ്ങി പോരും. ഇനിയിപ്പോൾ നമുക്ക് കസ്റ്റംസിനെ കണ്ടുപിടിക്കണം. നമ്മളങ്ങനെ കസ്റ്റംസ് ഓഫിൽ പൊയ്ക്കൊണ്ടിരിക്കുക. അങ്ങനെ നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അവർ ചോദിച്ചു നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് തിരിച്ച് നമ്മുടെ സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ ബോർഡിംഗ് പാസ് വന്നു. ഇനിയിപ്പോൾ നമുക്ക് കസ്റ്റംസ് അപ്പോൾ പിടിക്കണം. കസ്റ്റംസ് നമുക്ക് B10 പോയിട്ട് ഇത് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഉള്ളിൽ കറങ്ങണം. എന്നിട്ട് അവിടെയാണ് കസ്റ്റംസ്. ഓരോരുത്തരുടെ ഫ്ലൈറ്റ് എങ്ങോട്ടാണോ ഡിപ്പാർച്ചർ ചെയ്യുന്നത് ആ ഭാഗത്തായിരിക്കും അവരുടെ കസ്റ്റംസ്. എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ ഗ്ലോബൽ ബ്ലൂൻ്റെ ഓഫീസ് ഇന്ന് ഓഫാണ്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഫോം ഫില്ല് ചെയ്ത് കസ്റ്റംസിൻ്റെ സീല് വാങ്ങിച്ച് അതിനകത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് പൈസ വരും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ എന്തായാലും ഇത് ക്ലോസ്ഡ്, അപ്പോൾ ഇന്ന് തുറക്കത്തില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞത് ജർമ്മനിയിൽ നിന്ന് ഡയറക്റ്റ് നമ്മുടെ ഫ്ലൈറ്റ് നമുക്ക് പോകേണ്ട സ്ഥലത്തേക്കാണെങ്കിൽ ഇവിടെ നിന്ന് വാറ്റ് റീഫണ്ട് ചെയ്ത് തരും. അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്നാണോ ലാസ്റ്റ് എക്സിറ്റ് ചെയ്യുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ നമ്മൾ പോളണ്ടിൽ നിന്നാണ്. അപ്പോൾ നമ്മളടുത്ത് പറഞ്ഞ് അവിടെ കൊടുത്താൽ മതിയെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ബാക്കി നോക്കാം. എന്തായാലും കസ്റ്റംസിൻ്റെ സീല് കിട്ടണം, എന്നാലേ നമുക്ക് റീഫണ്ട് കിട്ടുള്ളൂ. അവർ പറഞ്ഞ് അവിടെ തരും. വാർസോയിൽ പോയിട്ടാണ് ഇത് ചോദിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയി നോക്കാം. അപ്പോൾ നമ്മൾ പോളണ്ടിലേക്കുള്ള ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി വരാം. പോളണ്ട് എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. നല്ല മഴയുണ്ട്. അങ്ങനെ നമുക്ക് വാർസോ എയർപോർട്ടിൽ നിന്ന് കസ്റ്റംസിൻ്റെ സീല് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് അവർ ഞാൻ കാണിച്ചു. ജസ്റ്റ് അവർ നമ്മുടെ അടുത്ത് ചോദിക്കും എന്താണ് ഉള്ളതെന്ന്. അപ്പോൾ നമ്മളെ പെട്ടി കാണിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്കിത് ഗ്ലോബൽ ബ്ലൂവിൻ്റെ കൗണ്ടറിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് പൈസ റീഫണ്ട് ചെയ്യും. എന്തായാലും നമുക്ക് അവരുടെ ഓഫീസ് 10ാമത്തെ ഗേറ്റിൻ്റെ അവിടെയാണെന്നാണ് പറഞ്ഞത്. എന്തായാലും അവിടെ കൊണ്ടുപോയി കൊടുത്തു നോക്കാം. അപ്പോൾ നമ്മുടെ യൂറോപ്യൻ യൂണിയനിൽ ലാസ്റ്റ് എക്സിറ്റ് ചെയ്യുന്ന എയർപോർട്ടിൽ നിന്നാണ് നമുക്ക് ഈ റീഫണ്ട് കിട്ടുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ജർമ്മനി എയർപോർട്ടിൽ പോയി. അപ്പോൾ അവിടെ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. എന്തായാലും ഇവിടെ കൊണ്ടുപോയി കൊടുത്തു നോക്കാം. അങ്ങനെ നമുക്ക് അവർ എഴുതി തന്നിട്ടുണ്ട്. ഏകദേശം 75 യൂറോ ആണ്. അങ്ങനെ നമ്മുടെ കാർഡ് ഡീറ്റെയിൽസൊക്കെ കൊടുത്തു. ഏകദേശം 2 ആഴ്ച ആകുമ്പോൾ നമ്മുടെ കാർഡിലേക്ക് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഭയങ്കര സിമ്പിൾ പ്രോസസ്സാണ്. ഞാൻ വിചാരിച്ച് സീനായിരിക്കുന്നു. പക്ഷേ എല്ലാവരും ഈ പറഞ്ഞ പോലെ എന്ത് ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങിച്ചാലും അത്യാവശ്യം റേറ്റ് ഉണ്ടെങ്കിൽ അവിടെ ചോദിക്കുക ഇതേപോലെ ടാക്സ് റീഫണ്ട് ഫയൽ ചെയ്യുന്നുണ്ടോയെന്ന്. അപ്പോൾ യൂറോപ്യൻ കൺട്രീസിൽ മിക്ക രാജ്യങ്ങളും ഇത് ചെയ്യാറുണ്ട്, മിക്ക ഷോപ്പുകളും ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഞാൻ വാങ്ങിയ ഇതിൽ നിന്ന് എനിക്ക് 20% വാറ്റ് റീഫണ്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് കാരണം നമുക്ക് 75 യൂറോളം നമുക്ക് റീഫണ്ടായിട്ട് കിട്ടും. അപ്പോൾ ഇത് എന്താ പറയുക, വലിയ അത്യാവശ്യം വില കൂടിയ ബാഗുകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിലും വലിയൊരു എമൗണ്ട് റീഫണ്ടായിട്ട് കിട്ടും. അപ്പോൾ കൂടുതൽ ആൾക്കാർ അധികം ആരും ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോയും കണ്ടിട്ടില്ല എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഈ സിമ്പിൾ പ്രോസസ്സാണ്. ജസ്റ്റ് നമ്മൾ വാങ്ങാൻ പോകുന്ന സ്ഥലത്ത് പാസ്പോർട്ടായിട്ട് പോവുക, അവിടെ വാറ്റ് റീഫണ്ടിൻ്റെ പേപ്പർ ചോദിച്ച് വാങ്ങുക. പിന്നെ ലാസ്റ്റ് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്ന എയർപോർട്ടിൽ അത് പ്രസൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ആ റീഫണ്ട് അവർ സെറ്റാക്കി തരുന്നതായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നേരെ മോൾഡോയിലേക്ക് ഉള്ള ഫ്ലൈറ്റ് പിടിക്കാം. ഓക്കെ, ബൈ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇതിന് ഓരോ
എന്താ പറയുക വാറ്റ് റീഫണ്ടിന് ഇത്ര ലിമിറ്റ് എന്നൊക്കെ ഉണ്ട്. നമുക്ക് ഒരു അത്ര ഇതായിട്ട് ഒരാൾക്ക് ഇത്ര ലിമിറ്റ് എന്നുണ്ട്. അത് എത്രയാണെന്ന് നോക്കിയിട്ട് വേണം അതനുസരിച്ച് വാങ്ങാൻ. എത്ര ആൾക്കാർ കൂടുന്നതനുസരിച്ച് നമുക്ക് അത് ഷെയർ ചെയ്ത് പോകും. എന്നിട്ടാണ് നിങ്ങൾ അതെ ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുന്നേ ഇതിൻ്റെ വയ്യാൽ ഓടാൻ നിൽക്കരുത്. ബിക്കോസ് നമുക്കൊരു ചെറിയൊരു പണി ജർമ്മനിയിൽ വെച്ച് കിട്ടി. അതെ, നമ്മൾ ആ ലാസ്റ്റ് എക്സിറ്റ് പോയിൻ്റ് എവിടെയാണോ അവിടെ പാസ്പോർട്ട് ചെക്കിങ് കഴിഞ്ഞിട്ടായിരിക്കും ഈ വാറ്റ് റീഫണ്ടിൻ്റെ പരിപാടി ഉണ്ടാവുക. അപ്പം പക്ഷെ എളുപ്പമാണ്. നമ്മൾ ഭയങ്കര തലവേദനയാണെന്ന് വിചാരിക്കും, പക്ഷെ നമുക്കത്ര തുടക്കത്തിലൊരു കറക്കം ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ ഭയങ്കര ഈസി ആയിട്ടാണ് കിട്ടിയത്. ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം പിന്നെ ആദ്യമായിട്ടാണ് ഇപ്പം എന്നെ പോലത്തെ ഒരാൾക്ക് ഞാൻ അക്മൽ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇങ്ങനത്തെ ഒരു സ്കീമുണ്ട് എന്നുള്ളത്. അതേപോലെ അറിയാത്തവർക്കൊരു ഹെൽപ്ഫുൾ ആകും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ എന്തെങ്കിലും ഐറ്റംസ് വാങ്ങാൻ ഇതേപോലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ വന്നിട്ട് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ചീപ്പ് പ്രൈസിന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് കിഷനോവിലെത്തിയിട്ട് കാണാം.